ഹലോ, വെൽക്കം ബാക്ക്. അടിപൊളി ഒരു ഗ്രീൻ എഗ് റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇനി ഗീ റൈസിനെല്ലാം പകരം പാർട്ടിക്കെല്ലാം സെർവ് ചെയ്യാൻ ഇത് മതി. ഇത് ശരിക്കും കാണാനും കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെയൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെക്കലാം. നമ്മൾ നോർമലി ഗീ റൈസെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഓൾറെഡി അരി ഇട്ട് കൊടുത്തിനേനു. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ട് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിടുമ്പം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതെന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുത്തോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് റൈസെല്ലാം കുക്കായി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം കേട്ടോ. ഒന്ന് ഊറ്റിയെടുക്കാം. ഞാനിതൊരു 90% മാത്രമേ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം കുക്ക് ചെയ്യൂലേ, അത്രമാത്രം. ബാക്കി നമ്മൾ എന്തായാലും കുറച്ച് സമയം വേവിക്കൂട്ടാ ഈ റൈസ്. അപ്പോൾ ആ ഒരു ടൈം കുക്ക് ആയിക്കോളും. ഇനി നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കാനുണ്ട്. നമ്മൾ ഈ റൈസിന് ഗ്രീൻ കളർ കൊടുക്കുന്ന മസാല കേട്ടോ. ഒരു മിക്സിൻ്റെ ജാറിൽ 1 കൈ നിറച്ചും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ പുതിനയിലും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും സെയിം അളവിൽ തന്നെ എടുത്തോ. എന്നിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം ഒരു 2 വലിയ പച്ചമുളക് എടുത്തിന്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുത്തോ. പിന്നെ ഉള്ളി വേണം. ശരിക്കും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളി രണ്ടും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി വേണം കേട്ടോ. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇതാണ് നമ്മൾ റൈസിനൊരു ഗ്രീൻ കളർ കൊടുക്കുന്ന മിക്സ്ചർ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. മിക്സിംഗ് ആണ്. ഞാനൊരു ബിരിയാണി പോട്ടിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ട് ഞാൻ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മതി. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഗ്രീൻ പേസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് ഇതിൻ്റെ പച്ചമണലൊന്ന് മാറി വരണം. പച്ചമണലൊന്ന് മാറി ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ മുട്ട ചേർക്കണം കേട്ടോ. ഞാനിപ്പം ഒരു 4 മുട്ട ജസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും മുട്ടൻ്റെ നമ്പറെല്ലാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രീൻ പേസ്റ്റും മുട്ടയും നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരണം. ഇനി ഞാൻ നല്ല പൊടിയായിട്ട് കട്ടാക്കി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല, നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ ക്യാരറ്റും മുട്ടയെല്ലാം നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നല്ലോണം വെന്തിട്ട് വരണം കേട്ടോ. അങ്ങനെ കടിക്കാൻ കിട്ടാൻ പാടില്ല. പിന്നെ ഇതിൽ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നല്ല ഫ്ലേവർ ഉള്ളതായതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തേട്ടാ. എന്നിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ റൈസെല്ലാം ഇട്ട് കൊടുത്തിന്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് കുത്തി ഉടക്കരുത് കേട്ടോ. അന്നേരം ശരിക്കും എന്താ പറയുക, ഉടഞ്ഞു പോവും. നമ്മൾ ഫ്രൈഡ് റൈസെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കൂലേ, അങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതേപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ റൈസെല്ലാം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. നമ്മൾ എരിവിനാകെ 2 പച്ചമുളകല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ റൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈസ് റെഡി ആയിട്ടാണ്. ശരിക്കും ഇത് പാർട്ടിക്കെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഐറ്റം. കാണുമ്പം തന്നെ നല്ല രസമില്ലേ കാണാൻ, നല്ല ഗ്രീൻ കളറായിട്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറിനെല്ലാം പകരം സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഈ മല്ലിയിലയും പുതിനയിലും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു റൈസ് ഇഷ്ടമാവും. കാര്യം ഇതിൽ കൂടുതലും അതിൻ്റെ ഫ്ലേവറാണ് വരാൻ. ഇതിൻ്റെ കൂടെ നല്ല ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയനോ എന്തെങ്കിലും മതി. നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.